ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതികൾ ഉയരുന്നു എന്ന് തന്നെയാണ്. പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു എന്നാണ് ആലപ്പുഴ സ്വദേശികളായ കുടുംബം മീഡിയ വണയോട് പറഞ്ഞത്. 6 മാസത്തിനുള്ളിൽ ഭേദമാകുമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയെങ്കിലും 1 വർഷമായിട്ടും ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ആരോപണം നേരിട്ട ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് കുടുംബത്തിന്റെ പരാതി. 10/6/2023 ഇവരുടെ ഈ ഡേറ്റ് പറഞ്ഞത്, എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് പറഞ്ഞത്. അന്ന് 24-ാം തീയതി കഴിഞ്ഞ് നേരെ ഇവരെ OP ഡേക്ക് ഇവർ വീട്ടിൽ പോയി കണ്ടിരുപ്പം ഇവരില്ലായിരുന്നു അവിടെ. അപ്പം ഇവിടുത്തെ OP ഡേക്ക് ഇവർ വന്നു. 30-ാം തീയതി ഇവർ പോയി ഇവളും അമ്മയും കൂടെ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരോടുണ്ട് 30-ാം തീയതി തന്നെ. അപ്പം ഇത് കഴിഞ്ഞു പോയല്ലോ, ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ വൈകിട്ട് അഡ്മിറ്റ് ആവുമായിരുന്നു. അഡ്മിറ്റ് ആയിട്ട് ഇവർ വെച്ച് അപ്പം തന്നെ ചെയ്യാഞ്ഞിട്ട് പ്രൊസീജിയർ ചെയ്യുന്നത് ഇവർ 3-ാം തീയതിയാണ്. 3 ദിവസം അവിടെ ഗ്യാപ്പ് വന്നു. തിങ്കളാഴ്ച രാവിലെയാണ് ഇവിടെ കയറ്റുന്നത്. 4:46 പ്രസവിച്ച് ആൺകൊച്ചായിരുന്നു. നേരെ പുറത്തോട്ട് കൊണ്ടുവരാൻ നേരത്ത് കൊച്ചിന്റെ കൈക്ക് സ്വാധീനമില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, പീഡിയാട്രിക് അനുഭവ ഡോക്ടറായിരുന്നു, ഞാൻ ചോദിച്ചു കുഞ്ഞിന്റെ കൈക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചു. അത് വാക്യൂം ഡെലിവറി എടുത്തപ്പോൾ സംഭവിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേന്ന് ചോദിച്ചു. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കൈ 3 മാസം ഇല്ല 6 മാസത്തിനുള്ളിൽ കൈ റെഡിയാവുന്നതാണ് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഞാൻ കാണിക്കാത്ത ഹോസ്പിറ്റലില്ല. ഇവർ ഇവിടുന്ന് റെഫർ ചെയ്ത് മെഡിക്കലിലോട്ട് വിട്ടു. മെഡിക്കലിലോട്ട് PMRI പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് സ്ലിംഗ് ഇടാൻ പറഞ്ഞു. അങ്ങനെ 3 മാസം എൻ്റെ കൊച്ച് സ്ലിംഗ് ഇട്ട് നടക്കുമായിരുന്നു, ആ പൊടിക്കുഞ്ഞ്. അത് കഴിഞ്ഞ് നേരെ അമൃതയെ കൊണ്ട് കാണിച്ചു. അമൃതയിൽ ഒരു 3-4-5 മാസം എടുത്ത് ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്ത് ആ കൊച്ചിനെ NCV ടെസ്റ്റ് കുറെ വട്ടം ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് നേരെ കോട്ടയത്ത് കൊണ്ട് കാണിച്ചു. കോട്ടയം പിള്ളേരുടെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ബ്രേച്ചൽ പ്ലക്സസ് ഇഞ്ചറിയാണ്, അതുകൊണ്ട് നിങ്ങൾ നേരെ എലൈറ്റ് ഹോസ്പിറ്റലിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പ്രദീപ് സാറായിരുന്നു അവിടുത്തെ. പുള്ളിനെ കണ്ട് പുള്ളി സംസാരിച്ചാൽ പറഞ്ഞു കൊച്ചിന്റെ കൈക്ക് വെയിറ്റ്പരമായിട്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ 6 മാസം വരുന്ന അതിന്റെ ടൈം, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ചെയ്യാന്നുള്ള രീതി ബാക്ക് ജോയിന്റ് അവന്റെ ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുക, അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ബാക്കിലോട്ട് ആക്കാം എന്നുള്ള രീതി മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റത്തുള്ളൂ. വളർന്നു വരുന്ന അനുസരിച്ചിട്ട് കൈയുടെ പൊസിഷൻ എങ്ങനെ രീതിയിലായി പോകുമെന്ന് പുള്ളിക്ക് അത് പറയാൻ പറ്റത്തില്ല. അടിയന്തരമായിട്ട് ശസ്ത്രക്രിയക്ക് കയറണമെന്ന് പറഞ്ഞു. അപ്പം എനിക്കും കൈ വയ്യാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. സാമ്പത്തികപരമായിട്ട് എനിക്കും വലിയതൊന്നുമില്ല. എനിക്ക് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് 2 വർഷമായി. അങ്ങനെ നേരെ ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ കോയമ്പത്തൂർ കൊണ്ട് കാണിച്ച് പുള്ളിക്ക് ഡോക്ടർക്ക് മെയിൽ അയച്ച് ഡോക്ടർ വരാൻ പറഞ്ഞുകൊണ്ട് കാണിച്ച് അങ്ങനെ 29 ബോട്ടക്സ് ഇഞ്ചക്ഷൻ എടുത്ത് 1 മാസം അവന്റെ കൈ സ്ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ ബോട്ടക്സ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നേരെ ഈ പറഞ്ഞ സൂപ്രണ്ടിനെ പോയി കണ്ടവർ പറഞ്ഞ് രേഖാമൂലം പരാതി വേണമെന്ന് പറഞ്ഞു. രേഖാമൂലം പരാതി എഴുതി കൊടുത്ത് ഒരാഴ്ചയാണ് അവർ ഗ്യാപ്പ് നമ്മളെടുത്ത് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഡോക്ടറിന്റെ മറുപടി ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടെ അവർക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനെ കൂടി എന്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടതെന്ന് ചോദിച്ചു. ഇന്നലെ ഞാൻ ശ്യാമ മഠത്തിന് ഒരു വീഡിയോ ഇട്ട് കൊടുത്തു, കൊച്ചു കരയുന്നതിന്റെ വീഡിയോ, കൈ വേദന എടുത്ത് പൊളയുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു ഇതിനെക്കാട്ടി കൂടുതൽ സർട്ടിഫിക്കറ്റ് എന്തോ വേണം ഞാൻ തരണ്ടെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ അനീഷിന്റെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. ഞാൻ കോയമ്പത്തൂരായിരുന്നു ആ സംഭവങ്ങളൊക്കെ അറിയുന്നത്. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഇവളുടെ പ്രസവം അവരെടുത്തത്. ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, അവരുടെ കുഞ്ഞിന് നേരിട്ട ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവർ തുറന്നു പറയുകയാണ്. അതായത് ഇതേ ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആശുപത്രിയിൽ പ്രസവത്തിനിടെ സംഭവിച്ച ഒരു പ്രശ്നം, പിഴവാണ് ഇങ്ങനെ കുഞ്ഞിന്റെ കൈക്ക് ചലനശേഷി നഷ്ടപ്പെടാൻ കാരണമായത് എന്നവർ പറയുകയാണ്. 1 വർഷം മുൻപാണ് സംഭവിച്ചത്. ഇപ്പോഴും ആ കുഞ്ഞിന് ഭേദമായിട്ടില്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് പരാതി നൽകിയിട്ട് പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ലേ? ദിവ്യ, അതായത് ഏതാണ്ട് ഇപ്പം 1 വർഷവും 4 മാസവുമായി കുട്ടി ജനിച്ചിട്ട്. ഈ കുട്ടി പ്രസവവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇവർ ആദ്യം ചികിത്സ നടത്തിയിരുന്നത്. അവർക്ക് ആ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് സർക്കാർ ആശുപത്രിയിലേക്ക് മാറിയത്. സ്വാഭാവികമായും ആലപ്പുഴയിൽ ഇത്തരം പ്രസവങ്ങൾ എടുക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയായ കടപ്പുറം ആശുപത്രിയിലേക്കാണ് സാധാരണക്കാർ വരിക. അതനുസരിച്ച് അവർ അവിടെ വന്ന് ചികിത്സ ആരംഭിക്കുമ്പോഴാണ് ഡോക്ടർ പുഷ്പയാണ് അവരെന്ന് സമീപിച്ചതെന്നാണ് അവർ പറയുന്നത്. ഈ പ്രസവം ഡേറ്റ് ആകുന്ന ദിവസം വളരെ പെട്ടെന്ന് കുട്ടിയെ, അതായത് ഈ പെൺകുട്ടിയെ കയറ്റി
പ്രസവം നടത്തുകയാണ്. ഈ പ്രസവം നടത്തുന്ന സമയത്ത് എടുക്കേണ്ടുന്ന സൂക്ഷ്മത അവർ പാലിച്ചില്ല എന്നൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. കുട്ടിയെ വലിച്ചെടുക്കുമ്പോൾ ഉണ്ടായ അപാകത മൂലമാണ് ഈ കുട്ടിയുടെ കൈക്ക് വളവ് സംഭവിച്ചത് എന്നാണ്. കൈയുടെ മുകളിൽ തന്നെ ആ പേശികൾക്ക് തന്നെ ക്ഷതമേൽക്കുന്ന തരത്തിലാണ് കുട്ടിക്ക് ആഘാതം സംഭവിച്ചത്. ഇത് പ്രശ്നമില്ലെന്ന് 3 മാസം മുതൽ 6 മാസം വരെ സമയമെടുത്താൽ അത് പരിഹരിക്കപ്പെടും, അത് തനിയെ റെഡിയാകും എന്ന ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവർ അതിനുശേഷം, അതായത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ താങ്ങാൻ കഴിയാതെ സർക്കാർ ആശുപത്രിയിലെത്തി ഇവർക്ക് പിന്നീട് നിരവധി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. കോയമ്പത്തൂരുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഇപ്പോൾ അവർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ കുട്ടിയുടെ അവസ്ഥ അതേ അവസ്ഥയിൽ തുടരുകയാണ്. അവർ പ്രതീക്ഷയുണ്ട് ശരിയാകുമെന്ന്. പക്ഷേ ഈ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായ ഒരു അപാകത, ആ അപാകതയാണ് ഇത്തരം കാര്യത്തിലേക്ക് എത്തിച്ചത് എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം സൂപ്രണ്ടിന് പരാതി നൽകി. സൂപ്രണ്ട് മെഡിക്കൽ ബോർഡിനെ വെച്ച് ഈ ഡോക്ടറെ കുറിച്ച് അന്വേഷിക്കാം എന്ന് അവർക്ക് ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഇവർ ഇപ്പോൾ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പരാതിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഇത്തരം അപാകതകൾ സംഭവിക്കുന്ന സർക്കാർ ആശുപത്രിയിൽ നിരന്തരമായ ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്ന കാര്യമാണ് ഇത്തരം സംഭവങ്ങളിലൂടെയും വെളിപ്പെടുത്തലുകളിലൂടെയും പുറത്തു വരുന്നത്. ദിവ്യ. യെസ്, ആലപ്പുഴയിലെ കടപ്പുറം ആശുപത്രിക്കെതിരെയാണ് കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നത്. ഒരു വർഷം മുൻപ് ഉണ്ടായൊരു സംഭവമാണ്. അന്ന് കുഞ്ഞിനെ ഡെലിവറി നടത്തുന്ന സമയത്ത് ഡോക്ടർ പുഷ്പ കുഞ്ഞിനെ എടുത്തപ്പോൾ സംഭവിച്ചൊരു പിഴവാണ് കൈക്ക് ചലനശേഷി നഷ്ടപ്പെടാൻ കാരണമായത് എന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. എന്തായാലും അവർ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഷൈജു ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.